ഇപ്പോൾ നമ്മളുള്ളത് ഔറംഗാബാദിൽ തന്നെയാണ്. ഔറംഗാബാദിൽ നിന്നൊരു 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് ബീബി കാ മക്ബറ എന്ന് പറഞ്ഞ് ഒരു മിനി താജ്മഹൽ എന്ന് പറയും. അതിൻ്റെ ഗേറ്റിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ, മെയിൻ ഗേറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. മിനി താജ്മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ഔറംഗസീബിൻ്റെ ഭാര്യ കബറടങ്ങിയെന്നാണ് പറയുന്നത്. ഔറംഗസീബിൻ്റെ ഭാര്യ ഒരു മരിച്ച കബറടങ്ങിയ സ്ഥലം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു താജ്മഹലിൻ്റെ ഏകദേശം രൂപം തന്നെയാണ്. പക്ഷേ താജ്മഹലിൻ്റെ അത്ര ഒരു ഭംഗി വരുന്നില്ല. എങ്കിലും ഒരു മുസ്ലിം പള്ളികളുടെയൊക്കെ ഒരു രൂപത്തിലാണ്. ഇതിൻ്റെ മുൻഭാഗത്തു നിന്ന് ഇപ്പോൾ ഞാൻ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയുടെ ഒരു രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെയുള്ള കാഴ്ചകൾ. ഇതാണ് മൊത്തം. ഞാൻ അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നടന്ന്. ആൾക്കാരൊക്കെ രാവിലെ കയറി ഫോട്ടോ എടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ. ഇപ്പോൾ രാവിലെ ഇവിടെയാണ് രാവിലത്തെ കാഴ്ച കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ചെറിയ ചെറിയ മിനാരങ്ങളുള്ള അപകടങ്ങളൊക്കെ ഉണ്ട് കണ്ടമാനം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണിത്. ഔറംഗാബാദ് ടൗണിൽ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. അടുക്കും തോറും നമ്മുടെ ക്യാമറയിൽ കൊള്ളാത്ത രീതിയിലായി പോകുന്നുണ്ട്. ഇതാണിപ്പോൾ ഒരു മിനാരമാണ് ഇതിൻ്റെ. ഇത് ഇങ്ങനെ സൈഡ് കാഴ്ചകളാണ്. ഇത് ഇങ്ങേ സൈഡിലൊരു വലിയ മിനാരമാണ്. ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെയാണ് നമ്മുടെ മെയിൻ ഗേറ്റ് കാണുന്നത്. ഏകദേശം താജ്മഹലിൽ കയറി വരുന്നവർ തന്നെയാണ്. ഫൗണ്ടനൊന്നും താജ്മഹലിലെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. താജ്മഹൽ പിന്നെ കുറേ ഉള്ളിലോട്ട് നടന്നു പോകണം. ഇത് കുറച്ചടുത്താണ്. അത് മാർബിളാണ്, പക്ഷെ ഇത് ഒറിജിനൽ മാർബിൾ അല്ല. ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചിട്ടുള്ള ഒരു മിനി താജ്മഹൽ അല്ലേ? ഒന്ന് പറഞ്ഞൂടെ, ഇറങ്ങുമ്പോ ഓർമ്മിച്ചൂടെ നിങ്ങള് വണ്ടിയിലുള്ള സ്റ്റിക്ക് കരയോടെ വാങ്ങണേനോട്. ഇനി അടുത്ത ഇറങ്ങുമ്പോ എനിക്ക് ഓർമ്മ ടോംബ് കാണാം. अपन जल्दी सही टाइम पे है ना, थोड़ा देखो। हाँ ठंडा है मसला। എന്താപ്പാ നിങ്ങൾ പറഞ്ഞിട്ടില്ലാണ്ടാക്കണ്ട, ഉണ്ട് അതിൽ കൂടുതലുണ്ട്. കുറച്ചുകൂടി റെഡിയാകുന്നില്ല. ഇതാണിപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ടുള്ള കാഴ്ചയാണ്.
കണ്ടോ, ഇതിൻ്റെ സൈഡിലെ സ്ഥലങ്ങളും ഗാർഡൻ മാതിരി ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ താഴികക്കുടം. ആ സ്വർണ്ണ പിന്നെ ഇത് ഗോപുരം മാതിരി നിൽക്കുന്നത്. നല്ല കാറ്റാണ് ഇവിടെ. ഇതാണ് സൈഡ് ഇതിലുള്ള ഓരോരോ പിന്നെ നിർമ്മിതികൾ. അങ്ങറ്റത്തൊരു ചെറിയ പിന്നെ മീനാരം കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പള്ളിയുണ്ട് എണ്ണം. അത് പുതിയ കാലഘട്ടത്തിൽ പണിയാണ്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു വശം. 4 വശത്ത് എന്നാലും ഒരേമാതിരിയാണ് നമുക്ക് കാണാൻ കഴിയുക. അതാണ് ഇതൊരു വശം.